ടോയ്ലറ്റ് ഉണ്ടോ? എത്ര ക്ലീനായിട്ടാണ് അതിൻ്റെ പരിസരം കിടക്കുന്നത്, എത്ര മനോഹരമായിട്ടാണ് കിടക്കുന്നത്. ഇത് നമ്മൾ കണ്ടിട്ട് നമ്മൾ മറ്റുള്ളവരെയും കാണിച്ചു കൊടുക്കണം, ഇങ്ങനെയൊക്കെ വൃത്തിയായി സൂക്ഷിക്കാം നമ്മുടെ പൊതുസ്ഥലമെന്ന്. അടിപൊളി ഒരു ടോയ്ലറ്റ് ഇരിക്കുന്നത് ഹംദാൻ സ്ട്രീറ്റിൽ. ഇത് ഹംദാൻ സ്ട്രീറ്റാണ്, ഹംദാൻ സെൻറ്ററിൻ്റെ ആ ഭാഗത്തായിട്ടാണ് ടോയ്ലറ്റ്. കൂട്ടുകാരെ, ഇതൊരു AC ടോയ്ലറ്റാണ്. മുതിർന്നവർക്ക്, സ്ത്രീകൾക്ക്, കുട്ടികൾക്ക്, 12 വയസ്സിൽ താഴെയുള്ള കുട്ടികളാകുമ്പോൾ പേരൻസിൻ്റെ കൂടെ മാത്രമേ പറ്റുകയുള്ളൂ. വികലാംഗർക്ക് ഉപയോഗിക്കാം, അവരുടെ കൂടെ ആളുണ്ടെങ്കിൽ നല്ലതായിരിക്കും. അതുപോലെ ഇതിനുള്ളിൽ പുകവലി പാടില്ല. 20 മിനിറ്റാണ് സമയം. 2 ദിർഹംസാണ് ഫീസ്. കൂട്ടുകാരെ, 2 ദിർഹംസ് ഇട്ട് കഴിയുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി ഇതിൻ്റെ ഡോർ ഓപ്പൺ ആകുന്നതായിരിക്കും. ഇത് ക്ലീൻഡും അതുപോലെ അണുവിമുക്തവുമാണെന്നാണ് അവകാശപ്പെടുന്നത്. മാക്സിമം 20 മിനിറ്റാണ് നമുക്ക് സമയദൈർഘ്യം വരുന്നത്. 20 മിനിറ്റ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അലാറം വന്ന് ഡോർ ഓപ്പൺ ആകുന്നതായിരിക്കും. അതുപോലെ നമ്മൾ അകത്ത് കടന്നതിന് ശേഷം എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഡോർ ഓപ്പൺ ചെയ്യാൻ പറ്റാതെ ഇൻ കേസ് ഓഫ് എമർജൻസി നമുക്ക് അവരെ കോൺടാക്ട് ചെയ്യാൻ പറ്റും. ടോൾ ഫ്രീ നമ്പർ അവിടെ എഴുതി വിട്ടിട്ടുണ്ട്, അതിൽ വിളിച്ചാൽ മതി. അതുപോലെ ഈ യെല്ലോ ലൈറ്റ് കാണുകയാണെങ്കിൽ അത് ഒഴിവാണ്, അതിനകത്ത് ആളില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. തൊട്ട് താഴെ കാണുന്ന സിമ്പിളാണെങ്കിൽ പിന്നെ ആരോ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ തൊട്ട് താഴെ കാണുന്നത് ആരോ ക്ലീനിങ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിൻ്റെ തൊട്ട് താഴെ കാണുന്നത് ഉപയോഗപ്രദമല്ല, ഉപയോഗിക്കാൻ പാടില്ല, ഔട്ട് ഓഫ് സർവീസാണ്, അതുകൊണ്ട് യൂസ് ചെയ്യാൻ പാടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇതിൽ എഴുതിയിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ വായിച്ച് നോക്കിയാൽ അതെങ്ങനെ ഈസി ആയിട്ട് യൂസ് ചെയ്യാമെന്ന് നമുക്കത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ആരും ഇത് തുനിയാറില്ല, എല്ലാവരും പോയി നോക്കി നിൽക്കും. ചിലർ വന്നിട്ട് അതിൽ റോങ്ങായിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ അതൊന്നും ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ്, അതിൻ്റെ ഡോറയിലൊന്നും പിടിച്ച് വലിച്ച് ആ ഡോറൊന്നും പൊട്ടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഇൻസ്ട്രക്ഷൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. ഞാൻ അവിടെ പോയി ഇതെല്ലാം വായിച്ചു നോക്കി അതിൻ്റെ ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം മാത്രമാണ് നിങ്ങൾക്ക് വേണ്ടി ഇത് ഷെയർ ചെയ്യുന്നത്. കൂട്ടുകാരെ, നമ്മുടെ നാടുകളിലുള്ള പബ്ലിക് ടോയ്ലറ്റുകൾ വളരെ മോശമായ രീതിയിലാണ് അവർ ഉപയോഗിക്കുന്നത്. ഈവൻ പുതിയ ടോയ്ലറ്റ് ആണെങ്കിൽ തന്നെയും വളരെ മോശമായി, വളരെ വൃത്തിഹീനമായ രീതിയിലാണ് കാണപ്പെടുന്നത്. അതിലൂടെ പകർച്ചവ്യാധികൾ വ്യാപകമാകാനും സാധ്യതയുണ്ട്. എൻ്റെ സ്വന്തം നാടിനെ ഞാൻ കുറ്റപ്പെടുത്തുന്നതല്ല, അവിടെ കണ്ടുവരുന്ന പ്രവണതകൾ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇതുപോലെയുള്ളൊരു പബ്ലിക് പ്ലേസിൽ നമ്മുടെ നാട്ടിൽ ടോയ്ലറ്റ് സ്ഥാപിച്ചാൽ പിന്നെ നമുക്കതിലെ മൂക്ക് പൊത്താതെ അല്ലെ മാസ്ക് വെക്കാതെ നടക്കാൻ പറ്റില്ല അല്ലേ? അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.